പ്രാണവായുവായ ഓക്സിജനെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നത് രക്തം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയവും ശ്വാസകോശങ്ങളും കൂട്ടായി പ്രവർത്തിക്കുന്നത് നമുക്കിവിടെ കാണാം. നിങ്ങൾ എല്ലായ്പ്പോഴും ശ്വസിക്കുന്നുണ്ടല്ലോ. ശ്വസന രഹസ്യങ്ങൾ നമുക്കിനി നോക്കാം. വായു നമ്മൾ മൂക്കിലൂടെ അകത്തേക്കെടുക്കുന്നു. ആ വായുവിൽ കുറേയൊക്കെ പൊടിപടലങ്ങളും ഉണ്ടാകും. ചിലത് മൂക്കിലെ രോമങ്ങൾ തടഞ്ഞു നിർത്തുന്നു. തീരെ ചെറിയ പൊടിപടലങ്ങൾ കുറെ കൂടി ഉള്ളിലെത്തുമ്പോൾ അവിടെയുള്ള പശ പോലെയുള്ള മ്യൂക്കസ് മെംബ്രെയിനുകളിലും നേർത്ത രോമങ്ങളിലും തടഞ്ഞ് അവിടെ നിൽക്കുന്നു. അവിടെ നിന്നും കടന്ന് വായു ഫാരിങ്സ്, ലാരിങ്സ് എന്നീ ഭാഗങ്ങളിലൂടെ ഒരു നീണ്ട കുഴലിലെത്തുന്നു. ഇതാണ് ശ്വാസനാളം അഥവാ ട്രക്കിയ. ഈ കുഴലിന്റെ ഭിത്തികളിലും നേർത്ത രോമങ്ങളുണ്ട്. ഊഹിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണല്ലേ. ഇവിടെയുള്ള പശ പോലെയുള്ള മ്യൂക്കസും രോമങ്ങളും വായുവിനെ വീണ്ടും മരിച്ചെടുക്കുന്നു. അപ്പോൾ എത്ര ശുദ്ധമായ വായുവാണ് അകത്ത് പ്രവേശിക്കുന്നത് എന്ന് ഒന്ന് നോക്കൂ. ശരീരത്തിന്റെ അത്ഭുതകരമായ കഴിവ് ഇവിടെ നാം കാണുന്നു. ശ്വാസനാളം പിന്നെ രണ്ടായി പിരിയുന്നു. അത് ഇരുവശങ്ങളിലുമുള്ള ശ്വാസകോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ഓരോ ശ്വാസകോശത്തിലും ഇവ അനേകം ഉപശാഖകളായി പിരിയുന്നു. അങ്ങനെ പിരിഞ്ഞ ഏറ്റവും ചെറിയ ശാഖയുടെ അറ്റം ഒരു അറയിൽ ചെന്നാണ് അവസാനിക്കുന്നത്. ഈ അവസാന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ആൽവിയോലൈ. മൂക്കിലൂടെ കടന്നു വന്ന വായു ഇവിടെ എത്തിക്കഴിയുമ്പോൾ എന്തു സംഭവിക്കുന്നു? അറ കുമിള പോലെ വീർക്കും. ശരി, എന്നിട്ടോ? ദേ, ഈ അറയുടെ മുകളിൽ പതിഞ്ഞിരിക്കുന്ന ചെറിയ ട്യൂബുകൾ കണ്ടില്ലേ? ഇത് ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുവന്ന രക്തക്കുഴലുകളാണ്. എന്തിനാണ് അവ ഇവിടെ ഇരിക്കുന്നത്? ഹൃദയത്തിൽ നിന്നും കൊണ്ടുവന്ന രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വളരെ കൂടുതലുണ്ട്. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ ഈ അറയിലേക്ക് തള്ളും. എന്നിട്ട് അവിടെയുള്ള ഓക്സിജനെ കുഴലിലേക്ക് കടത്തും. എന്നിട്ട് വീണ്ടും രക്തം ഒഴുകുന്നു. എവിടേക്കാണെന്നറിയാമോ? വീണ്ടും ഹൃദയത്തിലേക്കു തന്നെ. അങ്ങനെ അറയിലെത്തിയ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ നിന്നും തിരിച്ച് മൂക്കിലൂടെ നേരെ പുറത്തേക്ക്. ഞാൻ പുറത്തായല്ലോ എന്ന വിഷമമൊന്നും കാർബൺ ഡൈ ഓക്സൈഡിനില്ല കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് വളരെ ആവശ്യമുള്ള മറ്റൊരു കൂട്ടരുണ്ട്. ആരാണവർ? അതെ, സസ്യങ്ങൾ തന്നെ. മറ്റൊരു മഹത്തായ ദൗത്യവുമായി കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ട് പോകുന്നു. സസ്യങ്ങളെ ആഹാരമുണ്ടാക്കാൻ സഹായിക്കുക എന്ന ദൗത്യം.